UDF മുന്നണി വിപുലീകരണം കീറാമുട്ടിയായി മാറുന്നു. ജോസ് കെ മാണിയെ UDFിൽ എടുത്താൽ മുന്നണി വിടുമെന്ന ഭീഷണിയുമായി മോൻസ് വിഭാഗം രംഗത്ത്. നിലവിലുള്ള സാഹചര്യത്തിൽ ജോസ് കെ മാണിയെ UDF മുന്നണിയിലേക്ക് ആനയിക്കേണ്ട ഒരു കാര്യവുമില്ല. ജോസ് ഇല്ലാതെ തന്നെ UDF വിജയിക്കും. പിന്നെ എന്തിനാണ് ജോസിനെ ചുമക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾ നടക്കുന്നതെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ വിമത വിഭാഗമായ മോൻസ് പക്ഷം ഉന്നയിക്കുന്ന ചോദ്യം. ഇനി അഥവാ ജോസ് വിഭാഗത്തെ മുന്നണിയിൽ എടുത്താൽ പോലും കടുത്തുരുത്തി സീറ്റ് വിട്ടു നൽകുന്ന പ്രശ്നമില്ലെന്ന് UDF മുന്നണി ചെയർമാനെ അറിയിക്കുവാൻ കടുത്തുരുത്തിയിൽ ഇന്നലെ ചേർന്ന മോൻസ് വിഭാഗം യോഗം തീരുമാനിച്ചു. എന്നാൽ ജോസഫ് ഗ്രൂപ്പിലെ PJ ജോസഫ് അനുകൂലികൾ ആരും ഈ യോഗത്തിൽ പങ്കെടുത്തില്ല. ജോസ് പക്ഷത്തെ മുന്നണിയിലേക്ക് കൊണ്ടുവന്നാൽ മുന്നണി വിടുന്ന കാര്യം ആലോചനയിൽ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം. നിലവിൽ കടുത്തുരുത്തിയിൽ കോൺഗ്രസുമായി അത്ര രസത്തിലല്ല മോൻസ് ജോസഫ് MLA. കടുത്തുരുത്തിയിൽ കോൺഗ്രസ് മോൻസ് വിഭാഗീയത വളരെ പ്രകടമാണ്. വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും മോൻസ് പക്ഷത്തിന് കൂടുതൽ സീറ്റ് വേണമെന്ന ഇവരുടെ ആവശ്യം കോട്ടയം DCC നിഷേധിച്ചിരുന്നു. കോട്ടയം ജില്ലയിൽ 7 ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ ജോസഫ് വിഭാഗം ചോദിച്ചു. അതിൽ 5 സീറ്റ് മോൻസ് അനുകൂലികൾക്ക് വേണ്ടിയാണ്. എന്നാൽ കോൺഗ്രസ് ആവട്ടെ 4 സീറ്റ് നൽകാമെന്നാണ് പറയുന്നത്. പഞ്ചായത്ത് വാർഡുകളും കൂടുതൽ വേണമെന്ന ആവശ്യവും കോൺഗ്രസ് നിഷേധിച്ചു. ഈ ഒരു സാഹചര്യവും കൂടി കണക്കിലെടുത്താണ് മോൻസ് പക്ഷത്തിന്റെ നീക്കം. എന്നാൽ മോൻസിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്ന ഉറച്ച നിലപാടിലാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം. തങ്ങൾക്ക് മത്സരിക്കാൻ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDFിൽ നിന്നും പുകച്ച് പുറത്തു ചാടിച്ചത്. എന്നാൽ അതുകൊണ്ട് കോൺഗ്രസിന് ഒരു നേട്ടവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ജയിച്ച ഫ്രാൻസിസ് ജോർജിന്റെയും മോൻസിന്റെയും മുൻപിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഗതികേടിലാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം. മണ്ഡലത്തിൽ ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. റോഡുകളെല്ലാം തകർന്നു കിടക്കുന്നു. എന്നാൽ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ സർക്കാരിനെ കുറ്റം പറഞ്ഞു നടന്നതുകൊണ്ട് മാത്രം പ്രയോജനമില്ലെന്ന വികാരമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം കടുത്തുരുത്തിയിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ നിന്നും മോൻസ് വിഭാഗത്തെ ഒഴിവാക്കിയാണ് കോൺഗ്രസ് തങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിച്ചത്. ഈയിടെ നടന്ന സയൻസ് സിറ്റിയുടെ പിതൃത്വം ഏറ്റെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ മോൻസ് നടത്തിയെങ്കിലും പിന്തുണയ്ക്കാൻ ഒരു കോൺഗ്രസ് നേതാവും തയ്യാറായില്ല താനും. ജോസ് കെ മാണി MPയുടെ ശ്രമഫലമായി കടുത്തുരുത്തിക്ക് ലഭിച്ച സയൻസ് സിറ്റിയുടെ പിതൃത്വം മറ്റാരും ഏറ്റെടുക്കുന്നത് ഉചിതമല്ല എന്നാണ് ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് ഞങ്ങളോട് പ്രതികരിച്ചത്. കോൺഗ്രസിനുള്ളിൽ പുകയുന്ന അതൃപ്തി മനസ്സിലാക്കിയ മോൻസ് എങ്ങനെയെങ്കിലും മുന്നണി വിട്ട LDFിൽ കയറി പറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. എന്നാൽ ജോസഫ് വിഭാഗം കൂട്ടത്തിലുണ്ടായിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് അവർ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന നിലപാടിലാണ് എന്നാണ് അറിയുന്നത്. എന്തായാലും അടുത്തു നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ജയപരാജയങ്ങൾ തീരുമാനിക്കുക ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ആയിരിക്കുമെന്ന നിഗമനത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ.